ഹായ്, നമസ്കാരം. നമ്മളുടെ പ്രസംഗ മത്സരങ്ങളിൽ വിധികർത്താക്കൾ നമ്മളുടെ പ്രസംഗത്തെ ജഡ്ജ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോയുടെ അവസാനത്തെ ഭാഗമാണ്. തൊട്ടുമുമ്പുള്ള ഭാഗങ്ങൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതിൽ നമ്മൾ 3 ഭാഗങ്ങളാണ് ഇനി ഉള്ളത്. അതിൽ 1 ആശയസ്ഫുടത, 2 വോയിസ് മോഡുലേഷൻ, 3 ധാരാവാഹിത്വം അല്ലെങ്കിൽ ഫ്ലോ. ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി നമ്മുടെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. അതോടൊപ്പം വളരെ വൃത്തിയായും വ്യക്തമായും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 100-ൽ 100 മാർക്കും വാങ്ങാൻ പറ്റിയ 3 കാര്യങ്ങളാണ് ഇക്കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം, ആശയസ്ഫുടത എന്ന് പറയുമ്പോൾ പറയുന്നത് വ്യക്തമായിരിക്കണം. രണ്ടാമത്, പറയുന്ന ആശയം കേൾക്കുന്നവർക്ക് വ്യക്തമാക്കണം. 3, അനാവശ്യമായിട്ടുള്ള വാക്കുകൾ ഒഴിവാക്കുക. ഇതാണ് നമ്മൾ ആശയസ്ഫുടതയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള വിഷയം. രണ്ടാമത്തെ വോയിസ് മോഡുലേഷനാണ്. ശബ്ദ നിയന്ത്രണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ശബ്ദത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ, അതായത് ഒരു സിംഗർ ആണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഓരോ പാട്ടിനും ഓരോ പിച്ച് ഇല്ലെങ്കിൽ ഒരു സ്കെയിൽ ഉണ്ടാവും. അതിനനുസരിച്ച് പാടിയാലേ ആ പാട്ടിന് ഒരു സൗന്ദര്യം ഇല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാർക്ക് ഇമ്പമുണ്ടാകുള്ളൂ. അതേപോലെ തന്നെ പ്രസംഗത്തിലും നമ്മൾ ആവേശം, ദുഃഖം ഇല്ലെങ്കിൽ നമുക്കുള്ള വികാര വിക്ഷോഭങ്ങൾ തുടങ്ങിയവ ഉയർന്ന ശബ്ദത്തിലും അതോടൊപ്പം താഴ്ത്തി പറയേണ്ട സ്ഥലങ്ങളിൽ താഴ്ത്തിയും നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഈ വിഭാഗത്തിൽ നമുക്ക് മാർക്ക് നേടുവാൻ കഴിയുള്ളൂ. ഒരേ ടോണിൽ തന്നെ പറയാതെ ഓരോ വാക്കിനും നമുക്കതിൽ വേരിയേഷൻ വരുത്തണം. മൂന്നാമത്തെ കാര്യമാണ് ധാരാവാഹിത്വം. തടസ്സമില്ലാതെ പറയുക. അതോടൊപ്പം നമ്മൾ പ്രസംഗം പറയുമ്പോൾ ഇങ്ങനെ ആലോചിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. ആശയങ്ങൾ വ്യക്തമായി ഫലിപ്പിക്കാൻ അതിൻ്റെ ഫ്ലുവൻസിയോടുകൂടി, ഫ്ലോയോടുകൂടി പറഞ്ഞാൽ മാത്രമേ 100-ൽ 100 മാർക്കും നിങ്ങൾക്ക് പ്രസംഗത്തിൽ നേടാൻ